പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജനിച്ച തീയതി വെറുമൊരക്കമല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ കരിയർ, അങ്ങനെ നിങ്ങളുടെ ഭാവിയെ മൊത്തത്തിൽ നിർണ്ണയിക്കാൻ ഈ ഒരു കുഞ്ഞു തീയതിക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി പ്രകാരം പ്രപഞ്ചത്തിലെ ഓരോ സംഖ്യയ്ക്കും അതിൻ്റേതായ ഒരു ഊർജ്ജമുണ്ട്, ഒരു കാന്തിക ശക്തിയുണ്ട്. നിങ്ങളുടെ ജനനത്തീയതിയിലൂടെ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവവും ഭാവിയും എന്താണെന്ന് നമുക്കിന്ന് കൃത്യമായി മനസ്സിലാക്കാം. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് 1-ാം നമ്പറുകാരെക്കുറിച്ച് സംസാരിക്കാം. അതായത് ഏതു മാസത്തിലും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർ. സൂര്യനാണ് ഇവരുടെ അധിപൻ. അതുകൊണ്ട് തന്നെ ഒരു സിംഹത്തെപ്പോലെ ഒന്നിനും ഭയമില്ലാത്ത, എവിടെ പോയാലും ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നവരായിരിക്കും ഇവർ. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇവർക്ക് ഒട്ടും താൽപ്പര്യമുണ്ടാകില്ല. എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് മടിയില്ല. എങ്കിലും ദേഷ്യം അല്പം കൂടുതലായിരിക്കും. അടുത്തത് 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ച 2-ാം നമ്പറുകാരാണ്. ചന്ദ്രനാണ് ഇവരുടെ ഗ്രഹം. വളരെ ശാന്തരും ഭാവനാശാലികളും കലാരംഗത്ത് തിളങ്ങുന്നവരുമായിരിക്കും ഇവർ. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മനസ്സുണ്ടാകും. പക്ഷേ ഇവരുടെ മനസ്സ് എപ്പോഴും ചന്ദ്രന്റെ കലകൾ പോലെ മാറിക്കൊണ്ടിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്നവരും പെട്ടെന്ന് മൂഡ് ഓഫ് ആകുന്നവരുമാണ് ഇവർ. അടുത്തതായി 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ച 3-ാം നമ്പറുകാരെ കുറിച്ചാണ് പറയുന്നത്. വ്യാഴമാണ് ഇവരുടെ അധിപൻ. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകങ്ങളാണ് ഇവർ. വളരെ സംസാരിക്കുന്നവരും സൗഹൃദങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നവരുമായിരിക്കും. ഉപദേശങ്ങൾ നൽകാൻ ഇവർ മിടുക്കരായിരിക്കും. വലിയ ലക്ഷ്യങ്ങളുള്ള ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം എപ്പോഴും കൂടെയുണ്ടാകും. ഇനി നമുക്ക് 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ച 4-ാം നമ്പറുകാരെക്കുറിച്ച് നോക്കാം. രാഹുവാണ് ഈ സംഖ്യയെ നിയന്ത്രിക്കുന്നത്. ഇവരുടെ ജീവിതം എപ്പോഴും അപ്രതീക്ഷിതമായിരിക്കും. പെട്ടെന്നുള്ള മാറ്റങ്ങളും വിപ്ലവകരമായ ചിന്തകളും ഇവരുടെ പ്രത്യേകതയാണ്. പരമ്പരാഗതമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇവർക്ക് താൽപ്പര്യമില്ല. മറ്റുള്ളവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇവർ ചിന്തിക്കും. വളരെ വിശ്വസിക്കാൻ കൊള്ളുന്ന സുഹൃത്തുക്കളായിരിക്കും ഇവർ. പക്ഷേ ഇവരെ മനസ്സിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അനാവശ്യമായ തർക്കങ്ങളിൽ ഇവർ ചെന്ന് ചാടാറുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് ചിലപ്പോൾ വലിയ ഉയർച്ചയും പെട്ടെന്നുള്ള താഴ്ചയും അനുഭവപ്പെടാം. അടുത്തത് സംഖ്യാശാസ്ത്രത്തിലെ ഏറ്റവും ചടുലമായ 5-ാം നമ്പറാണ്. അതായത് 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർ. ബുധനാണ് ഇവരുടെ ഗ്രഹം. ബുദ്ധിയുടെയും ബിസിനസിന്റെയും പ്രതീകമാണ് ഇവർ. മാറ്റങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നവരും യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഒരേ സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ ഇവർക്ക് കഴിയില്ല. സംസാരിച്ച് മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ്സിൽ വലിയ വിജയം നേടാൻ സാധ്യതയുള്ളവരാണ് 5-ാം നമ്പറുകാർ. എന്നാൽ പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവർക്ക് ചിലപ്പോൾ പരാജയം വരുത്തിവെക്കാറുണ്ട്. തുടർന്ന് വരുന്നത് 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ച 6-ാം നമ്പറുകാരാണ്. ശുക്രനാണ് ഇവരുടെ അധിപൻ. സൗന്ദര്യം, പ്രണയം, ആഡംബരം എന്നിവയോടൊക്കെ ഇവർക്ക് വലിയ താൽപ്പര്യമായിരിക്കും. ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും ഇവർ. കുടുംബത്തോട് വലിയ സ്നേഹമുള്ളവരും വീട് എപ്പോഴും മനോഹരമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും പരിചരിക്കാനും ഇവർക്ക് വലിയ മനസ്സുണ്ട്. ഫാഷൻ, സിനിമ, കലാരംഗം എന്നിവയിലൊക്കെ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. എന്നാൽ ആഡംബരങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം ചിലവഴിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാകാം. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ കടബാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് 7-ാം നമ്പറുകാരുടെ രഹസ്യങ്ങളിലേക്ക് കടക്കാം. അതായത് 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർ. കേതുവാണ് ഇവരുടെ ഗ്രഹം. വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരിക്കും ഇവരുടേത്. ആത്മീയതയോടും തത്വചിന്തയോടും ഇവർക്ക് വലിയ താൽപ്പര്യമായിരിക്കും. ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ആന്തരികമായ അറിവിനാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. വലിയ ചിന്തകരും ഗവേഷകരുമായിരിക്കും ഇവർ. ഒറ്റയ്ക്കിരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവരെ ഒരു അന്തർമുഖനായി കാണാം. 6-ാം ഇന്ദ്രിയം അഥവാ ഇൻഡ്യൂഷൻ പവർ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ ഇവർക്ക് സാധിച്ചേക്കും. പ്രശസ്തിക്ക് പുറകെ ഇവർ പോകാറില്ല. അടുത്തത് 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ച 8-ാം നമ്പറുകാരാണ്. ശനിയാണ് ഇവരുടെ അധിപൻ. കർമ്മഫലത്തിന്റെ ദേവനാണ് ശനി. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം കഠിനാധ്വാനം നിറഞ്ഞതായിരിക്കും. ഒന്നും ഇവർക്ക് എളുപ്പത്തിൽ ലഭിക്കില്ല. വലിയ പ്രതിസന്ധികളെ നേരിട്ടായിരിക്കും ഇവർ ജീവിതത്തിൽ വിജയം വരിക്കുക. വളരെ പക്വതയുള്ളവരും ക്ഷമയുള്ളവരുമായിരിക്കും.
പണവും പദവിയും ഇവർക്ക് വളരെ വൈകിയേ ലഭിക്കൂ, എങ്കിലും ലഭിച്ചാൽ അത് ശാശ്വതമായിരിക്കും. നീതിക്കു വേണ്ടി നിലകൊള്ളുന്നവരാണിവർ. പലപ്പോഴും മറ്റുള്ളവർ ഇവരെ തെറ്റിദ്ധരിക്കാറുണ്ട്, എങ്കിലും സ്വന്തം ലക്ഷ്യത്തിൽ നിന്ന് ഇവർ പിന്മാറാറില്ല. അവസാനമായി 9-ാം നമ്പറാണ്. 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർ. ചൊവ്വയാണ് ഇവരുടെ ഗ്രഹം. ഊർജ്ജസ്വലതയുടെയും ധീരതയുടെയും പ്രതീകങ്ങളാണ് ഇവർ. എടുത്തുചാട്ടവും ദേഷ്യവും ഇവരുടെ കൂടെ പിറപ്പായിരിക്കും, എങ്കിലും മനസ്സിൽ ഒട്ടും കള്ളമില്ലാത്ത ശുദ്ധഹൃദയരായിരിക്കും ഇവർ. മറ്റുള്ളവരെ സഹായിക്കാൻ എന്ത് ത്യാഗവും സഹിക്കും. വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ ഇവർക്ക് ഭയമില്ല. സ്പോർട്സ്, മിലിറ്ററി, പോലീസ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വലിയ വിജയം നേടാൻ സാധിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഇവർക്ക് പല ശത്രുക്കളെയും ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ദേഷ്യം അല്പം നിയന്ത്രിക്കുന്നത് ഭാവിക്കും ജീവിത വിജയത്തിനും എപ്പോഴും നല്ലതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളുടെ ജനനത്തീയതി ഇതിൽ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നമ്പറുകൾ തമ്മിലുള്ള പൊരുത്തത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളി, സുഹൃത്തുക്കൾ, ബിസിനസ് പാർട്ട്ണർമാർ എന്നിവരൊക്കെ നമ്മുടെ നമ്പറുമായി പൊരുത്തപ്പെടുന്നവരാണെങ്കിൽ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. ഉദാഹരണത്തിന് 1-ാം നമ്പറുകാർക്ക് 1, 3, 5, 9 എന്നീ നമ്പറുകളുമായി വളരെ നല്ല പൊരുത്തമായിരിക്കും. എന്നാൽ 8-ാം നമ്പറുമായി ഇവർ അത്ര ചേർച്ചയിലാകില്ല, കാരണം സൂര്യനും ശനിയും തമ്മിലുള്ള ശത്രുത തന്നെ. അതുപോലെ 2-ാം നമ്പറുകാർക്ക് 2, 7, 9 എന്നീ നമ്പറുകൾ വളരെ അനുകൂലമാണ്. ഇവർ വളരെ വൈകാരിക ജീവികളായതുകൊണ്ട് ഇവരെ മനസ്സിലാക്കുന്ന പങ്കാളികളെയാണ് ഇവർക്ക് ആവശ്യം. 3-ാം നമ്പറുകാർക്ക് 3, 6, 9 എന്നീ നമ്പറുകൾ മികച്ചതാണ്. അറിവും ഭാഗ്യവും ഒത്തുചേരുന്നൊരു കൂട്ടുകെട്ടായിരിക്കും ഇത്. 4-ാം നമ്പറുകാർക്ക് 1, 4, 6 നമ്പറുകൾ അനുകൂലമാണ്. ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് സ്ഥിരത നൽകാൻ ഈ നമ്പറുകൾക്ക് സാധിക്കും. 5-ാം നമ്പറുകാർക്ക് എല്ലാ നമ്പറുകളുമായും ഒരു പരിധിവരെ പൊരുത്തപ്പെടാൻ സാധിക്കും, എങ്കിലും 1, 5, 6 നമ്പറുകൾ വളരെ മികച്ചതാണ്. 6-ാം നമ്പറുകാർക്ക് 3, 6, 9 നമ്പറുകൾ പ്രണയത്തിലും വിവാഹത്തിലും വലിയ വിജയം നൽകും. സൗന്ദര്യവും കലയും ആഗ്രഹിക്കുന്ന ഇവർക്ക് ഈ നമ്പറുകൾ വലിയ പിന്തുണ നൽകും. 7-ാം നമ്പറുകാർക്ക് 2, 7 നമ്പറുകളാണ് കൂടുതൽ അനുയോജ്യം. ചിന്താശേഷിയുള്ള ഇവരെ മനസ്സിലാക്കാൻ ഇതേ ഊർജ്ജമുള്ളവർക്കേ സാധിക്കൂ. 8-ാം നമ്പറുകാർക്ക് 1, 4, 8 നമ്പറുകളുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ 3, 5, 7 നമ്പറുകൾ ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരും. 9-ാം നമ്പറുകാർക്ക് 1, 3, 9 നമ്പറുകൾ വളരെ മികച്ചതാണ്. ഇത് ഇവരുടെ ജീവിതത്തിൽ വലിയ ഊർജ്ജവും വിജയവും നൽകും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജനനത്തീയതിയുടെ രഹസ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ ജനനത്തീയതി നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭൂപടം മാത്രമാണ്. അതിലൂടെ സഞ്ചരിച്ച് വിജയം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും കൊണ്ടാണ്. നെഗറ്റീവ് സ്വഭാവങ്ങൾ മനസ്സിലാക്കി അത് തിരുത്താനും പോസിറ്റീവ് വശങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഈ ശാസ്ത്രം നിങ്ങളെ സഹായിക്കും. ഓരോ നമ്പറുകാർക്കും അവരുടേതായ ഭാഗ്യ ദിവസങ്ങളും ഭാഗ്യനിറങ്ങളും ഉണ്ട്. അവ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് 1-ാം നമ്പറുകാർക്ക് ഞായറാഴ്ചയും മഞ്ഞ നിറവും ഭാഗ്യം തരുമ്പോൾ 2-ാം നമ്പറുകാർക്ക് തിങ്കളാഴ്ചയും വെളുത്ത നിറവുമാണ് ഉത്തമം. 3-ാം നമ്പറുകാർക്ക് വ്യാഴാഴ്ചയും മഞ്ഞ നിറവും 4-ാം നമ്പറുകാർക്ക് ശനിയാഴ്ചയും നീല നിറവും അനുകൂല ഫലങ്ങൾ നൽകും. 5-ാം നമ്പറുകാർക്ക് ബുധനാഴ്ചയും പച്ച നിറവും 6-ാം നമ്പറുകാർക്ക് വെള്ളിയാഴ്ചയും നേർത്ത നീലയോ വെള്ളയോ നിറവും മികച്ചതാണ്. 7-ാം നമ്പറുകാർക്ക് വ്യാഴാഴ്ചയും ഇളം മഞ്ഞ നിറവും 8-ാം നമ്പറുകാർക്ക് ശനിയാഴ്ചയും കറുപ്പ് അല്ലെങ്കിൽ കടും നീല നിറവും 9-ാം നമ്പറുകാർക്ക് ചൊവ്വാഴ്ചയും ചുവപ്പ് നിറവുമാണ് ഭാഗ്യം കൊണ്ടുവരുന്നത്. ഈ ഭാഗ്യഘടകങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജനനത്തീയതി ഏതാണെന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ടെന്നും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം.